കണ്ണേ കരളെ വി എസ് എ, ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവെ. അങ്ങനെ വി എസ് വിടവാങ്ങിയിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ വി എസിനെ പോലെ അല്ലെങ്കിൽ വി എസിനെ ജനങ്ങൾ സ്നേഹിച്ചതുപോലെ മറ്റൊരു രാഷ്ട്രീയ നേതാവിനെയും മറ്റൊരാളും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. പാർട്ടി പോലും നോക്കാതെ വി എസിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവർ, വി എസിനോടൊപ്പം നിന്നവരുമായിരിക്കും കേരളത്തിലുള്ള മിക്ക ആളുകളും. പിണറായി വിജയനേക്കാൾ വി എസിനെ സ്നേഹിക്കുന്നവരാണ് സഹാക്കന്മാരിൽ ഭൂരിഭാഗം പേരും. വി എസ് വിടവാങ്ങുമ്പോൾ എന്താണ് ഓർത്തെടുക്കാനുള്ളത്? വി എസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ രാഷ്ട്രീയം പഠിക്കുന്നവർക്ക് ഒരു പാഠപുസ്തകമാണ് വി എസ്. വി എസിൻ്റെ രാഷ്ട്രീയ ജീവിതം അത്തരത്തിലുള്ളതാണ്. ചെറുപ്പകാലത്തൊട്ട് അനുഭവിച്ചു വന്ന കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാത്ത കാലഘട്ടം മുതൽ പിന്നീട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി, അവസാനം മുഖ്യമന്ത്രിയായിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം അവസാനിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. 1923 ഒക്ടോബർ 20 വി എസ് ജനിക്കുന്നത്. വേലിക്കകത്ത് ശങ്കരൻ. വളരെ രസകരമായ ഒരു പേര് നമുക്ക് തോന്നാം. പക്ഷേ ചെറുപ്പകാലമൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് പിന്നീട് തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ വളർന്ന് തൊഴിലാളികളെ സംഘടിപ്പിച്ച് നിരവധി സമരങ്ങളിലൂടെ വളർന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന വി എസ് ആയിട്ട് അദ്ദേഹം മാറിയത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്ത രാഷ്ട്രീയ പാർട്ടിക്ക് അകത്തു നിന്നും രാഷ്ട്രീയ പാർട്ടിക്ക് പുറത്തു നിന്നും ഒട്ടേറെ എതിർപ്പുകളും കുത്തലുകളും വാങ്ങിയിട്ടുള്ള ഒരു നേതാവാണ്. ചില കാലഘട്ടങ്ങളിൽ നമ്മൾ രസത്തിനെങ്കിലും പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. വി എസ് മത്സരിച്ച് ജയിച്ചാൽ പാർട്ടി തോക്കും, മുന്നണി തോറ്റാൽ വി എസ് ജയിക്കും. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പിന്നീട് അത് മാറിയത് 2006 തെരഞ്ഞെടുപ്പിലാണ്. 2006 മുതൽ 2011 വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ചുമതല നിർവഹിച്ച വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ. അതിന് മുമ്പേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2006 തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം പോളിറ്റ് ബ്യൂറോ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് വി എസ് മത്സരിക്കേണ്ട, കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ആരും മത്സരിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം. അങ്ങനെ ഒരു തീരുമാനം വന്ന ഘട്ടത്തിൽ വി എസ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് കേരളത്തിൽ ഒരു വാർത്ത വന്നു. അതായത് ദില്ലിയിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനം വന്ന് തൊട്ടടുത്ത നിമിഷം വാർത്താ ചാനലുകൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു കേരളത്തിൽ നിന്ന്. അപ്പം കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം എന്ന് പറഞ്ഞൊരു ചെറിയ ടൗണുണ്ട്, കാവ്യമാധവൻ്റെയൊക്കെ നാട്. ആ ടൗണിൽ വി എസ് ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓട്ടോ സ്റ്റാൻഡ് തന്നെയുണ്ട്. വി എസ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാറായി നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് വി എസ് മത്സരിക്കേണ്ട എന്ന് പറയുന്നത് പാർട്ടി. വി എസ് എന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ആരും മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനം. അപ്പോൾ വി എസ് ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് ഓട്ടോ സ്റ്റാൻഡുണ്ട്. അവിടെയാണ് ആദ്യത്തെ പ്രതിഷേധ പ്രകടനം വരുന്നത് കേരളത്തിൽ. വി എസിനെ മത്സരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ശക്തമായിട്ട് ശരിക്കും പോസ്റ്ററുകളും ഫ്ലക്സുകളും പരസ്യമായിട്ട് പ്രതിഷേധ പ്രകടനം നടത്തി അവിടെ. അപ്പോൾ ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനം വന്നപ്പോൾ തന്നെ അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ പറ്റുമോ എന്നായിരുന്നു CPM നോക്കിയിരുന്നത്. പക്ഷേ ആ പ്രതിഷേധം കേരളത്തിൽ പലയിടങ്ങളിൽ ഉയർന്നു വന്നു. സ്വാഭാവികമായിട്ട് അത്രയും പ്രതിഷേധം വന്ന ഘട്ടത്തിൽ CPM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ തീരുമാനം തന്നെ മാറ്റേണ്ടി വന്നു. ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് വി എസ് മത്സരിക്കുന്നു എന്നൊരു തീരുമാനത്തിലേക്ക് പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ വി എസ് മത്സരിച്ചു, വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. വി എസ് മലമ്പുഴയിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തുന്നു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നു. 82ാമത്തെ വയസ്സിലാണ് ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം ചുമതലയേൽക്കുന്നത്. പിന്നീട് വി എസിൻ്റെ ഭരണകാലത്ത് നമ്മൾ കണ്ടു, ഇപ്പോൾ മൂന്നാറിലെ ഭൂമി തിരിച്ചു പിടിക്കുന്നത്, അനധികൃതമായി എടുത്ത ഭൂമി തിരിച്ചു പിടിക്കൽ, പൂച്ച കറുത്തതോ വെളുത്തതോ ആയിക്കോട്ടെ എലിയെ പിടിച്ചാൽ മതി എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് വരെ വരുന്നത് ആ ഒരു ഘട്ടത്തിലാണ്. ഏറ്റവും കൂടുതൽ ശത്രുക്കളെ വി എസ് ഉണ്ടാക്കിയതും ആ സമയത്തായിരുന്നു. അതെ, നമുക്കറിയാം ഇടുക്കി പോലുള്ള ഒരു സ്ഥലം, മൂന്നാർ പോലുള്ള ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ കയ്യേറ്റങ്ങൾ, പുറമ്പോക്ക് ഭൂമികൾ കയ്യേറിയിട്ട് റിസോർട്ടുകളും മറ്റ് കെട്ടിടങ്ങളും പണിതിട്ട്, അത് ഹോം സ്റ്റേ പോലുള്ളതൊക്കെ പണിതിട്ട് അത് കൊടുത്തിട്ട് വ്യാപാരം നടത്തുന്ന ഒരുപാട് ആളുകൾക്ക് വലിയ തടസ്സമായിരുന്നു വി എസിൻ്റെ അന്നത്തെ തീരുമാനം. എത്രയോ ദിവസം നീണ്ടുനിന്ന തീരുമാനമാണത്. കൃത്യമായിട്ട് ഉദ്യോഗസ്ഥന്മാരെ വിന്യസിപ്പിച്ച് ആ ഭൂമി ഒരു പരിധിവരെ അദ്ദേഹം തിരിച്ചു പിടിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു. അത് വളരെ ഫേമസ് ആയിട്ടുള്ള വി എസ് എടുത്ത ഒരു തീരുമാനങ്ങളിൽ ഒന്നാണ്. അത് ഇന്നും ആ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വി എസിനെ മറക്കാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. രണ്ടാമത് ലോട്ടറി മാഫിയ. കേരളത്തിൽ ലോട്ടറി മാഫിയ പിടിമുറുക്കിയ സമയത്ത് ഒരുപാട് കുടുംബങ്ങൾ അനാഥമായി എന്ന് പറഞ്ഞ് ആ അനാഥമാക്കപ്പെട്ട കുടുംബങ്ങളോടൊപ്പം ഞാൻ നിൽക്കും എന്ന് പറഞ്ഞിറങ്ങി തിരിച്ചതാണ് വി എസ്.
അവർക്കും കൂടെ വേണ്ടിയാണ് ഞാൻ ഈ സംസ്ഥാനം ഭരിക്കുന്നതെന്ന് പറഞ്ഞാണ് ലോട്ടറി മാഫിയക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി അതിനെതിരെയുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട്. പക്ഷേ ആ സമയത്ത് പാർട്ടിക്കകത്ത് നിന്നും ഒക്കെ VSന് വലിയ പ്രഷറുണ്ടായിരുന്നു. അങ്ങനെ ശക്തമായ തീരുമാനങ്ങളിലേക്ക് ഈ നേരത്തെ പറഞ്ഞ മൂന്നാറിൻ്റെ കുടിയൊഴിപ്പിക്കലിൻ്റെ സമയത്തും ഉണ്ടായിരുന്നു. പാർട്ടിക്കകത്ത് നിന്ന് വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു, വലിയ പ്രഷറുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നെടുത്ത 2 പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണിത്. മറ്റൊന്ന് R ബാലകൃഷ്ണപിള്ള ജയിലിൽ കിടന്ന് ഓർമ്മയുണ്ടോ? വൈദ്യുതി അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് R ബാലകൃഷ്ണപിള്ള ജയിലിൽ പോകേണ്ടി വരുന്നത്. നേരത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന R ബാലകൃഷ്ണപിള്ള ഇടമലയാർ കേസിലാണെന്ന് തോന്നുന്നു എനിക്ക് ജയിലിൽ പോയത്. അപ്പോൾ ആ കേസിൽ ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് പ്രധാന കാരണക്കാരൻ VS ആണ്. VSൻ്റെ ശക്തമായ തീരുമാനമാണ് അന്ന് കോടതി പോലും പരിഗണിച്ചിട്ട് R ബാലകൃഷ്ണപിള്ളക്കെതിരെയുള്ള തെളിവുണ്ടാകുന്നതും R ബാലകൃഷ്ണപിള്ള ജയിലിൽ പോകാനുണ്ടായ കാരണം. പിന്നീട് അതേ VSനെ കാമഭ്രാന്തെന്നോ അങ്ങനെ എന്തോ വിളിച്ചിട്ടുള്ളതാണ് ഗണേഷ് കുമാർ. ആ ഗണേഷ് കുമാർ എന്ന ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് മന്ത്രിയായിട്ടുണ്ട്. അതൊക്കെ പിന്നീട് നടന്ന സംഭവങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ പറയാം. അപ്പോൾ പിന്നീട് പാർട്ടിക്കകത്ത് 85 മുതൽ 2009 വരെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു VS. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ പോളിറ്റ് ബ്യൂറോ അംഗം അങ്ങനെ എന്താണ് വരുന്നത്. EMS ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വരുന്ന പോളിറ്റ് ബ്യൂറോ അംഗം VS ആണെന്ന് തന്നെ എൻ്റെ ഓർമ്മ. അപ്പോൾ അത്രയും കാലം പോളിറ്റ് ബ്യൂറോ അംഗമായി. പിന്നീട് പാർട്ടിക്കകത്ത് പിണറായിയും VSും വന്ന ഘട്ടത്തിൽ 2 ചേരി ഉണ്ടാവുകയും പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഈ മുഖ്യമന്ത്രിയെക്കാളും ശക്തനായിരുന്നു അദ്ദേഹം. കേരളം കണ്ട ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവ് ആരെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ തന്നെ പറയും അത് VS അച്യുതാനന്ദനായിരുന്നു എന്നുള്ളത്. അത്ര ശക്തനായ നേതാവായിരുന്നു. നിലപാടുകൾ കൃത്യമായി പറയുന്ന, ഹാസ്യരൂപേണയായാലും പറയേണ്ടത് കൃത്യമായി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന, മസിൽ പിടിക്കാത്തൊരു മുഖ്യമന്ത്രി. നമ്മൾ പറയുന്നത് ജനകീയനായ ഒരു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നാണ്. പക്ഷേ VSനെ കുറച്ചുകൂടി അടുത്തറിയുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന, ഇപ്പോൾ തുടക്കത്തിൽ വിജേഷ് പറഞ്ഞതുപോലെ ഒരു പാഠപുസ്തകമാണ് VS എന്ന് പറയുന്നത്. ഒരുപാട് കഥകൾ അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്കതിൽ നിന്ന് പഠിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഒരു സന്തോഷവും ദുഃഖവും കുതന്ത്രങ്ങളും തന്ത്രങ്ങളും വിജയവും പരാജയവും ഒക്കെ അടങ്ങിയ ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ നിന്ന് ഒരുപാട് പഠിച്ച് നമുക്ക് എടുക്കാനുണ്ട് എന്നുള്ളതാണ്. VSനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു പാർട്ടിക്ക് പുറത്ത് നിന്ന് അതിനേക്കാൾ കൂടുതൽ ശത്രുക്കൾ VSനുണ്ടായത് പാർട്ടിക്കകത്ത് നിന്നാണ്. കാരണം അവസാനം കറിവേപ്പില പോലെ പാർട്ടി വലിച്ചെറിഞ്ഞു എന്നൊക്കെയുള്ള ഒരു വളരെ ഗുരുതര ആരോപണങ്ങൾ ഈ പാർട്ടിക്കെതിരെ ഉയർന്നിരുന്നു. VSനെ അത്രത്തോളം എന്താ പറയുക, മാറ്റി നിർത്തപ്പെടുന്ന ഒരു നിലയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരുന്നു. VS ഇപ്പം നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് ഉള്ള ഒരു പാഠപുസ്തകമാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇപ്പോൾ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ പിണറായി മുഖ്യമന്ത്രിയായിരുന്ന ആദ്യ ടൈമിൽ പോലും ക്യാബിനറ്റ് പദവിയുള്ള ഭരണപരിഷ്കാര ചെയർമാൻ എന്ന പദവിയാണ് VSന് കൊടുത്തിരുന്നത്. പക്ഷേ VSന് വയ്യ, ആരോഗ്യം കൊണ്ട് ആ സമയത്തും ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ് VSനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ പാഠപുസ്തകം അവസാനിക്കുന്നു എന്നതാണ് ഏറെ ദുഃഖകരമായ വാർത്ത. കേരളത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ഒരു സങ്കടമുണ്ടാക്കുന്ന ഒരു വാർത്തയായിരിക്കും. അദ്ദേഹത്തിൻ്റെ വിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകാലത്തിലായിപ്പോയി എന്ന് പറയുന്നതും, അദ്ദേഹം ഒരുപാട് നാളുകളായിട്ട് അസുഖബാധിതനായിട്ട് ഹൃദയാഘാതം മൂലം ആശുപത്രിയിൽ കൊണ്ടുപോയതാണ്. അദ്ദേഹത്തിന് എന്താ പറയുക, മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത്. കേരള രാഷ്ട്രീയത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ, കേരളത്തിൽ സഹാക്കന്മാർക്ക് മാത്രമല്ല ആർക്കും മറക്കാനാകാത്ത ഒരു മുഖ്യമന്ത്രിയായി നിലകൊണ്ട വേലിക്കകത്ത് ശങ്കരൻ എന്ന് പറയുന്ന VS അച്യുതാനന്ദൻ. ഒക്ടോബർ 20, 1923 ജനിച്ച VS അച്യുതാനന്ദൻ വിടവാങ്ങിയിരിക്കുകയാണ്.